എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് റിവിഷനാണ് അല്ലേ, റിവിഷനാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും എത്തിയോ? കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന ക്ലാസ്സുകളിൽ അല്ലേ ജോയിൻ ചെയ്ത് പഠിച്ചു വരുന്ന കുട്ടികളുണ്ട്, അല്ലാതെ ഉള്ള പുതിയ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് കോപ്പറേറ്റീവ് മേഖലയിലെ ഒരു സ്റ്റൈലിഷ് പോസ്റ്റാണ് അല്ലേ. അതിൻ്റെ ആ ഒരു പോസ്റ്റ് അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മൾ വെബിനാറൊക്കെ സംഘടിപ്പിച്ചിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അല്ലേ, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ അതിൻ്റെ ഒരു വീക്കിലെ റിവിഷൻ എന്ന രീതിയിലുള്ളൊരു ക്ലാസ്സാണ് നമ്മളിന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യണത്. ഇന്ന് നമ്മൾ ബാങ്കിങ് ആണ് എടുക്കുന്നത് കേട്ടോ, ബാങ്കിങ് ആണ്. ഓക്കെ, ഡിസ്പ്ലേ ഒക്കെ കാണാമല്ലോ, ഓക്കെ ആണോ വോയിസ്? അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കിയേ, ദ ഇംഗ്ലീഷ് വേർഡ് ബാങ്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇറ്റാലിയൻ വേർഡ് ബാങ്കോ വിച്ച് മീൻസ് ബെഞ്ച് അല്ലേ. നമ്മൾ ബാങ്കിങ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പോഴും പഠിക്കുന്ന ഒന്നാണ് അല്ലേ, ദ ഇംഗ്ലീഷ് വേർഡ് ബാങ്ക് വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇറ്റാലിയൻ വേർഡ്. ശ്രദ്ധിച്ചോണം കേട്ടോ, ഇറ്റാലിയൻ വേർഡാണ്. ഇറ്റാലിയൻ വേർഡ് ബാങ്കോ വിച്ച് മീൻസ് ബെഞ്ച് അല്ലേ, ബെഞ്ച്. ഓക്കെ, ഇനി ബാങ്കിന്റെ ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് അല്ലെ. ഏതാണ്? BR ആക്ട് സെക്ഷൻ 5 ബാങ്കിങ്ങിനെ പറ്റി, ബാങ്കിങ് ബിസിനസിനെ പറ്റി പ്രതിപാദിക്കുന്നത് അല്ലെ. എന്താണ് BR ആക്ടിനകത്ത് പറയണത്? ശ്രദ്ധിച്ചോണം കേട്ടോ, BR ആക്ടിനകത്ത് പറയുന്നത് ശ്രദ്ധിച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, സെക്ഷൻ 5B കേട്ടോ, സെക്ഷൻ 5B ആണ്. 5B ഓഫ് ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949 defines banking as accepting for the purpose of lending or investment of deposit of money from the public, repayable on demand or otherwise, and withdrawal by check, draft, order or otherwise. എന്താണ് accepting for the purpose അല്ലെ? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 5B പറയുന്നത് എന്താണ്? സെക്ഷൻ 5B ഓഫ് ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949 define as accepting for the purpose of lending or investment of deposit of money from public, repayable on demand or otherwise, and withdrawal by check, draft, order or otherwise. ഇത് കൃത്യമായിട്ട് പഠിച്ചോണം. ഏതെങ്കിലും എവിടെയെങ്കിലും അതൊന്ന് എന്താണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ വേണമെങ്കിൽ തരാം അല്ലേ. നമ്മൾ എന്താണ് വായ്പ കൊടുക്കാനോ എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനോ ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും അത് അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകണമെന്ന വ്യവസ്ഥ ചെയ്തത് ചെക്ക് മുഖാന്തരമോ ഡ്രാഫ്റ്റോ അല്ല അതർവൈസ് എങ്ങനെയാണോ അത് ആ ഒരു മീഡിയം വഴി എന്താണ് അവർക്കത് പിൻവലിക്കാൻ കഴിയണമെന്ന് ആർക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് കഴിയണമെന്ന് അങ്ങനെയാണ് ഈ പറഞ്ഞൊരു ഡെഫിനേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. BR ആക്ട് സെക്ഷൻ 5B ബാങ്കിങ്ങിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ആൻസിസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ബാങ്കിങ് അല്ലെ. മർച്ചന്റ് ബാങ്കേഴ്സ് ഉണ്ട്, മണി ലെൻഡേഴ്സ് ഉണ്ട്, ഗോൾഡ് സ്മിത്ത് ഉണ്ട് അല്ലെ. എന്താണ് മർച്ചന്റ് ബാങ്കേഴ്സ് എന്ന് വെച്ചാൽ? എന്താണ് മർച്ചന്റ് ബാങ്കേഴ്സ്? എന്താണ് മർച്ചന്റ് ബാങ്ക് എന്ന് വെച്ചാൽ? എന്താണ്? നമ്മൾ ഒരു വായ്പ എടുക്കാൻ വേണ്ടി ഒരു വ്യക്തി ഒരു ബാങ്കിൽ ചെല്ലുന്നു. ആ ബാങ്ക് എന്ത് പർപ്പസിനാണ് അദ്ദേഹം വായ്പ എടുക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നു. ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് പർപ്പസിന് വേണ്ടി ഒരു ബിൽഡിങ് എന്താണ് ഇന്ത്യയിൽ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും കാര്യമായിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് പർപ്പസിനാണോ നമ്മൾ ആ ഒരു ലോണിന് വേണ്ടി ആ ബാങ്കിൽ ചെല്ലുന്നത്, അത് ആ ബാങ്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ബാങ്ക് ആ കസ്റ്റമറിന് വേണ്ട എന്താണ് അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആ ഒരു പണം, ആ ലോണായിട്ട് കിട്ടുന്ന ഒരു ക്യാഷ് എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്ന് ബാങ്ക് ഒരു നിർദ്ദേശം നൽകുന്നു. ബാങ്ക് ക്യാഷ് നൽകുന്നതോടൊപ്പം ഒരു നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് വെക്കുന്നു, കസ്റ്റമറിന് നൽകുന്നു കേട്ടോ. അതിന് വേണ്ട ഒരു എന്താണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് ആ വായ്പ എടുക്കുന്ന തുക എങ്ങനെ വിനിയോഗിക്കാമെന്ന് കസ്റ്റമറിന് ലാഭകരമായിട്ട് വിനിയോഗിക്കാമെന്ന് കസ്റ്റമർ നിർദ്ദേശം കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഈ പണം കൊടുക്കുകയും അങ്ങനെ ഒരു ലാഭകരമായിട്ട് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും കൂടെ ചെയ്യുന്ന ബാങ്കുകളാണ് ഈ മർച്ചന്റ് ബാങ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മർച്ചന്റ് ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബാങ്കിങ് കമ്പനീസ് ആക്ട് അല്ലെ, BR ആക്ട് അതേത് വർഷമാണ്? 1949 മാർച്ച് 10 പാർലമെന്റ് പാസ്സാക്കി. പ്രസിഡന്റ് ഒപ്പുവെച്ചത്, എനാക്ട് ചെയ്തത് എന്നാണ് 1949 മാർച്ച്
മൂന്നിനാണ് അല്ലെ, മാർച്ച് 3-നാണ്. അപ്പൊ അതൊക്കെ ഓർത്തു വെച്ചോണം കേട്ടോ. ഇത് സഹകരണ മേഖലയ്ക്ക് ബാധകമായിരുന്നു, ആ സമയത്ത് ആയിരുന്നില്ല. 1965 സെപ്റ്റംബർ 25-ന് ബി ആർ ആക്ട് അമെന്റ്മെന്റ് നടത്തി. അപ്രകാരം 66 മാർച്ച് മുതലാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബി ആർ ആക്ട് ബാധകമായി തുടങ്ങിയത് അല്ലെ. അന്ന് തന്നെയാണ് ഈ പറയുന്ന എന്താണ് 1966 മാർച്ച് 1 മുതൽ തന്നെയാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്തായിട്ട് മാറിയത്, റീനെയിംഡ് അസ് ഇതാണ് 1966 മാർച്ച് 1 ബാങ്കിങ് കമ്പനീസ് ആക്ട് റീനെയിംഡ് അസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചേക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഈ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ബാങ്കിങ് എന്ന് പറയുന്നത് ഏതാണ്, യൂണി ലിസ്റ്റ് ആണോ, സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ, അതോ കൺകറന്റ് ലിസ്റ്റ് ആണോ? അത് യൂണി ലിസ്റ്റ് ആണ് അല്ലെ, യൂണി ലിസ്റ്റ് ആണ്. കൺട്രോൾഡ് ബൈ ഗവൺമെന്റ് ആണ് അല്ലെ, കൺട്രോൾഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഇത് ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ്, അവരാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതെല്ലാം അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. കോർപ്പറേഷൻ എന്താണ്, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അല്ലെ. ഓക്കെ, കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് രജിസ്ട്രാറും ആർ ബി ഐയും കൂടി കൺട്രോൾ ചെയ്യും. അത് നമ്മൾ സാധാരണ സൊസൈറ്റി, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് രജിസ്ട്രാർ ആണ് അതിന്റെ കൺട്രോൾ. എന്നാൽ അർബൻ ബാങ്ക് ആണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ആർ ബി ഐ രജിസ്ട്രാറും കൂടെ വരുന്നത്. അവിടെയാണ് അതിനെ ബാങ്ക് എന്ന് വിളിക്കാറുള്ളൂ. ബാക്കിയൊക്കെ സൊസൈറ്റികളാണ് കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ സൊസൈറ്റിയാണ്, ബാങ്ക് അല്ല. അർബൻ ബാങ്ക് വെക്കുന്നുണ്ടെങ്കിൽ അത് ഡ്യുവൽ കൺട്രോൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബാങ്ക് എന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അത് എന്താണ്, സൊസൈറ്റിക്ക് അതൊരിക്കലും ബാധകമല്ല, ബാങ്ക് എന്ന് വിളിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ ആണോ, പറഞ്ഞാലും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമുക്കിനിയും ബാങ്കിങ് സ്ട്രക്ചറിനെ പറ്റി പറയാം അല്ലെ. ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തൊക്കെയാണ്. യൂണിറ്റ് ബാങ്ക് ഉണ്ട്, ബ്രാഞ്ച് ബാങ്ക് ഉണ്ട്, ഗ്രൂപ്പ് ബാങ്കിങ് ഉണ്ട്, ചെയിൻ ബാങ്കിങ് ഉണ്ട്, കറസ്പോണ്ടന്റ് ബാങ്കിങ് ഉണ്ട്, മിക്സഡ് ബാങ്കിങ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ ഇത് മാത്രമല്ല, ഒരുപാട് ബാങ്കിങ്ങിനെ പറ്റി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ യൂണിറ്റ് ബാങ്കിങ് ശ്രദ്ധിച്ച്, യൂണിറ്റ് ബാങ്ക് എന്താണ്, യൂണിറ്റ് ബാങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്, വാട്ട് യു മീൻ ബൈ യൂണിറ്റ് ബാങ്കിങ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. യൂണിറ്റ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റ് ബാങ്കിങ് ഇസ് എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ദ ഓപ്പറേഷൻസ് ഓഫ് യൂണിറ്റ് ബാങ്ക്സ് ആർ കൺഫൈൻഡ് ഇൻ ദ ജനറൽ ഫോർ എ സിംഗിൾ ഓഫീസ് സിറ്റുവേറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ് അല്ലെ. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ലോക്കലൈസ്ഡ് ബാങ്ക്. എക്സാമ്പിൾ USA ആണ്. എന്താണ് ഇവിടെ യൂണിറ്റ് ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് യൂണിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ആർക്കെങ്കിലും പറയാമോ യൂണിറ്റ് ബാങ്ക് എന്താണെന്നുള്ളത്? എന്താണ്? ഹാവ് നോ ബ്രാഞ്ചസ്. നോട്ട് ചെയ്യട്ടെ, ബ്രാഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ഒരു സിംഗിൾ ബാങ്ക് ഓഫീസ് ആയിരിക്കും ഇതിന്റെ പ്രവർത്തനം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ്, ഹെഡ് ഓഫീസ് ഒന്നും ഇല്ല. ഹെഡ് ഓഫീസ് ഉള്ളതിന് ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ഹെഡ് ഓഫീസും ഉള്ളു. അപ്പൊ ഇവിടെ നമ്മൾ സിംഗിൾ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞെങ്കിൽ സിംഗിൾ ബാങ്ക് ഓഫീസ് കേട്ടോ. പിന്നെ ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. വോളിയൂം ഓഫ് ഓപ്പറേഷൻ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ലോ ആയിരിക്കും. എക്സാമ്പിൾ ചോദിച്ചാൽ അമേരിക്കയാണ്, USA എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ ബ്രാഞ്ച് ബാങ്കിങ് നമ്മൾ ഇതൊക്കെ പഠിച്ചതാണെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് ഇതെല്ലാം. ബ്രാഞ്ച് ബാങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം ബ്രാഞ്ച് നെറ്റ്വർക്ക് വഴി ഇടപാടുകൾ നടത്തുന്ന ബാങ്കുകളെയാണ് നമ്മൾ ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. വോളിയം ഓഫ് ഓപ്പറേഷൻ അതുകൊണ്ട് തന്നെ എന്താ? ഹൈ ആയിരിക്കും. കാരണം ഏരിയ ഒരുപാട് ഉണ്ടെങ്കിൽ അതിന്റെ വോളിയം ഓഫ് ഓപ്പറേഷൻ എന്തായിരിക്കും? ഹൈ ആയിരിക്കും അല്ലെ. ഓക്കെ, ഇത് UK ആണ് ഇതിന്റെ. UK ഇന്ത്യയൊക്കെ പറയും നമുക്ക്. അമേരിക്ക ഇത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോളാം കേട്ടോ. ബാക്കി മിക്ക രാജ്യങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അമേരിക്ക ഇത് ഫോളോ ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ UK ആണ് ഇത് ഫോളോ ചെയ്യുന്നതെന്ന് ഓർത്ത് നോക്കുക. അമേരിക്ക ഇത് ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഓൾ ബ്രാഞ്ചസ് ആർ കൺട്രോൾഡ് ബൈ ഹെഡ് ഓഫീസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. മറന്നു നോക്കല്, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ബ്രാഞ്ച് ബാങ്കിങ് ഇസ് എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് വൺ ബാങ്ക് ക്യാരീസ് ഇറ്റ്സ് ബിസിനസ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് സ്പെസിഫൈഡ് ഓൾ ഓവർ ദ കൺട്രി കേട്ടോ. ഇന്ത്യ, ബ്രിട്ടൻ കേട്ടോ. എക്സാമ്പിൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഡേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി. അത് മുതൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ എന്തു മുതലാണ് BR ആക്ട് കോർപ്പറേറ്റ് സൊസൈറ്റിക്ക് ബാധകമായത്? നോട്ട് ചെയ്യണം. എന്ന് മുതലാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് ബാങ്ക് റെഗുലേഷൻ ആക്ട് ആയിട്ട് മാറിയത്? നോട്ട് ചെയ്യണം കേട്ടോ. ഇതൊക്കെ പഠിച്ചോണേ. നിങ്ങളിപ്പോ അപ്ലൈ ചെയ്യുന്ന കോർപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ എന്താണ്? ബാങ്കുകളാണോ? അല്ല കേട്ടോ. അതൊക്കെ സൊസൈറ്റികൾ മാത്രമാണ്. കോർപ്പറേറ്റീവ് ബാങ്ക് എന്ന് വിളിക്കാൻ പറ്റില്ല. കോർപ്പറേറ്റീവ് ബാങ്ക് എന്ന് വിളിക്കണമെങ്കിൽ BR ആക്ട് സെക്ഷൻ 5 CCV, അതിനാണ് നമ്മൾ കോർപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് പ്രൈമറി കോർപ്പറേറ്റീവ് ബാങ്ക് കേട്ടോ. BR ആക്ട് സെക്ഷൻ 5 CCC എന്ന് പറയുന്നത് പ്രൈമറി
കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. അപ്പൊ അതിനകത്ത് ഏതൊക്കെ വരും? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേട്ടോ. പിയർ ആക്ട് സെക്ഷൻ 5 CCV എന്നുള്ള കാര്യം ഓർത്ത് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് ഗ്രൂപ്പ് ബാങ്കിങ്ങിലേക്ക് പോവാം കേട്ടോ. ഗ്രൂപ്പ് ബാങ്കിങ്ങിലേക്ക് പോയി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നാണ്. ഗ്രൂപ്പ് ബാങ്കിങ് എന്താണ്? ഗ്രൂപ്പ് ബാങ്കിങ് ശ്രദ്ധിച്ച്, ഗ്രൂപ്പ് ബാങ്കിങ് വാട്ട് യു മീൻ ബൈ ഗ്രൂപ്പ് ബാങ്കിങ്? എന്താണ് ഗ്രൂപ്പ് ബാങ്കിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്? അണ്ടർ ദിസ് ബാങ്ക് സിസ്റ്റം ടു ഓർ മോർ സെപ്പറേറ്റ്ലി ആണ് കേട്ടോ. സ്പെല്ലിംഗ് നോക്കണേ, എസ് ഇവിടെ മിസ് ആയിട്ടുണ്ട്. സെപ്പറേറ്റ്ലി ഇൻകോപ്പറേറ്റഡ് ബാങ്ക്സ് ആർ ത്രൂ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, അപ്പം രണ്ടോ അതിലധികമോ എന്താണ് ഇൻകോപ്പറേറ്റഡ് ബാങ്ക്സ് കംസ് അണ്ടർ എ ഹോൾഡിംഗ് കമ്പനി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, രണ്ടോ അതിലധികമോ സെപ്പറേറ്റ്ലി ഇൻകോപ്പറേറ്റഡ് ബാങ്ക് ഒരു ഹോൾഡിംഗ് കമ്പനി അണ്ടറിലാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നു. ഈ പറയുന്ന ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇപ്പം ഒരു കമ്പനി അതിന്റെ ഒരു 51% 51% ഒരു കമ്പനിയുടെ ഷെയർ മറ്റൊരു കമ്പനി സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇപ്പൊ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ വൈ വാങ്ങി കഴിഞ്ഞാൽ വൈ എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കമ്പനിയാണ് കേട്ടോ. ഹോൾഡിംഗ് കമ്പനി എക്സ് അവിടെ സബ്സിഡറി കമ്പനിയുമായിരിക്കും കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് ബാങ്ക് മനസ്സിലായല്ലോ. ഇറ്റ്സ് എ ബാങ്ക് സിസ്റ്റം ടു ഓർ മോർ സെപ്പറേറ്റ്ലി ഇൻകോപ്പറേറ്റിംഗ് കമ്പനീസ് ആർ കൺട്രോൾഡ് ബൈ എ ഹോൾഡിംഗ് കമ്പനി. ഓർത്ത് വെച്ചോണം കേട്ടോ. ഹോൾഡിംഗ് കമ്പനി ബാങ്ക് എന്നൊക്കെ ഇതിന് അതർവൈസ് നോണസ് കേട്ടോ. ഹോൾഡിംഗ് കമ്പനി ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അറിയപ്പെടുന്ന മറ്റു പേര് ഓൾസോ നോണസ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നു. അടുത്ത ചെയിൻ ബാങ്കിങ്. എന്താണ് ചെയിൻ ബാങ്കിങ് എന്ന് വെച്ചാൽ? എന്താണ്? ടു ഓർ മോർ ബാങ്കിങ് കമ്പനീസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ മാനേജ്ഡ് ബൈ എനി ഡിവൈസ് ഓർ അതർ ഡിവൈസ് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. അല്ലെങ്കിൽ ടു ഓർ മോർ ബാങ്ക്സ് ആർ ഓണേഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഓർ മെമ്പർ ഓഫ് ഫാമിലി. അതിനെയാണ് നമ്മൾ ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ഒന്നിലധികം ബാങ്കുകൾ ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ നിയന്ത്രണത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ നിയന്ത്രണത്തിൽ അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലാണ് നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ അവയെ ചെയിൻ ബാങ്ക് എന്ന് പറയും. മനസ്സിലായല്ലോ. ഇനി കറസ്പോണ്ടിംഗ് ബാങ്കിലേക്ക് പോകാമല്ലോ. നോക്കി, കറസ്പോണ്ടിംഗ് ബാങ്ക് എന്താണ്? കറസ്പോണ്ടിംഗ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? കറസ്പോണ്ടിംഗ് ബാങ്ക്സ് റെഫർ ടു എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് സർവീസ് ടു അനദർ ബാങ്ക് യൂഷ്വലി ഇൻ അനദർ കൺട്രി. ഇപ്പൊ കറസ്പോണ്ടിംഗ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫോറിൻ കൺട്രിയിൽ ഒരു ബാങ്കാണ്. അപ്പൊ അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏജന്റ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി ബാങ്കായിട്ടൊക്കെ ആക്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ബാങ്കിലുള്ള കസ്റ്റമറുമായിട്ടുള്ളൊരു ഇന്റർമീഡിയറ്റ് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് കറസ്പോണ്ടന്റ് ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാനാകാം, അല്ലെങ്കിൽ എന്താണ് കണ്ടക്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഗാദറിംഗ് ഡോക്യുമെന്റ്സ് ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബാങ്കിലാണ് നമ്മൾ കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. യൂണിറ്റ് ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ബിഗർ ബാങ്ക്സ് കേട്ടോ. ഇവിടെ യൂണിറ്റ് ബാങ്ക് ആണെങ്കിൽ അത് ബിഗർ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യും, മറ്റൊരു രാജ്യത്തുള്ള കേട്ടോ. ഇറ്റ് ഇസ് കോൾഡ് കറസ്പോണ്ടിംഗ് ബാങ്കിങ്. Particularly all unit banks are linked directly or indirectly through correspondent bank. അത് ഓർത്തു വെക്കും. പിന്നെ മിക്സഡ് ബാങ്ക് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? മിക്സഡ് ബാങ്ക് നമ്മൾ പഠിക്കണമെങ്കിൽ എന്തിന്റെ കോമ്പിനേഷനാണ് മിക്സഡ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ ആ മിക്സഡ് ബാങ്ക് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? രണ്ട് ബാങ്കും പഠിക്കണം. ഏതൊക്കെ? കൊമേഴ്ഷ്യൽ ബാങ്കും ഇൻഡസ്ട്രിയൽ ബാങ്കും പഠിക്കണം. ഇതിന്റെ കോമ്പിനേഷനാണ് നമ്മൾ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, എന്താണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മിക്സഡ് ബാങ്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കുക. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് വെച്ചാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് വെച്ചാൽ എന്താണോ നമുക്ക് പഠിക്കാനുണ്ട്. ടോപ്പിക്ക് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റി വൃത്തിയായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, RRBs ഇതെല്ലാം എന്താണ്? നമ്മുടെ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് അല്ലെ. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. എത്ര പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്? നമുക്ക് 12 എണ്ണമാണ് അല്ലെ, നമ്മൾ പഠിച്ചിരുന്നു. പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലോ 21 അല്ലെ. പിന്നെ ഫോറിൻ ബാങ്ക്സ് ഉണ്ട്, RRBs ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഇപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4 ആണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ബാങ്ക്, പിന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, RRBs. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കസ്റ്റമറിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കും. ഇവർ നൽകുന്ന ലോൺ എന്ന് വെച്ചാൽ ഷോർട്ട് ടൈം ലോൺ ആയിരിക്കും. എന്താണ്? ഷോർട്ട് ടൈം ലോൺസ് ആയിരിക്കും കൊമേഴ്ഷ്യൽ ബാങ്ക് നൽകുന്നത് കേട്ടോ. ഷോർട്ട് ടൈം ഓർത്ത് വെച്ചോണം. ഓൺലി ഷോർട്ട് ടൈം ലോൺസ് കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാണ്?
അത് UK ആണ് കേട്ടോ. UK ആണ്, ബ്രിട്ടൻ ആണ് കേട്ടോ, ഇംഗ്ലണ്ട് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇവിടെ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഡെപ്പോസിറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ പ്യുവർ ബാങ്കിങ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ബാങ്കിങ് ഏതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞ കസ്റ്റമറിൽ നിന്ന് അവര് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക ഏതാണ് ഷോർട്ട് ടൈം ലോൺസ് ആണ്. ഡെപ്പോസിറ്റ് അല്ല, എല്ലാ കസ്റ്റമേഴ്സിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് അവർ നൽകുന്നത് ലോൺസ് ഏതാണ്, അത് ഷോർട്ട് ടൈം ലോൺ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ് ഷോർട്ട് ടൈം ലോൺസ് ആണ് നൽകുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ. യു കെയിലാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉത്ഭവിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് ആണ്. അപ്പം അതുകൂടെ ചേരുമ്പോൾ മാത്രമേ നമുക്ക് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്ന ബാങ്കിങ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എന്താണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്? ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്താണ്? ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയുമ്പോൾ അത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പഠിച്ചതാ ഒന്ന് പറഞ്ഞേ. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്കിങ് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്കിങ് എന്നാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് അറിയപ്പെടുന്നത്. എന്താണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്കിങ്. ഓക്കെ. ഡെപ്പോസിറ്റ് ഇവർ സ്വീകരിക്കാറില്ല, ലോങ് ടൈം ലോൺസ് എന്ന് നൽകുകയും ചെയ്യും. ഇപ്പൊ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലയബിലിറ്റി ആണ് അല്ലെ. ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഡെപ്പോസിറ്റ് ബാങ്കിന്റെ എന്താണ് ലയബിലിറ്റി, ഏറ്റവും വലിയ ലയബിലിറ്റി ആണ് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് സാറേ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ലോൺ നൽകണത്? അത് ലോങ് ടൈം ലോൺ. ഇവര് എങ്ങനെയാ ലോൺ നൽകുന്നത് ചോദിച്ചാല് ഇവര് ഇൻഡസ്ട്രീസിന്, ബിസിനസ്സിന്, അതായത് വ്യവസായത്തിനും വാണിജ്യത്തിനും ഒക്കെ വേണ്ടിയാണ് ഇവർ ലോങ് ടൈം ലോൺസ് നൽകുന്നത്. ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെയാണ്. എന്ന് വെച്ചാൽ ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഷെയർ, ഇവ ക്യാപിറ്റൽ മാർക്കറ്റിൽ വിറ്റിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഫണ്ട് റേസ് ചെയ്യുന്നത് ബൈ പ്ലോട്ടിംഗ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ്. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഫണ്ട് കണ്ടെത്തുന്നത് കേട്ടോ. ജർമ്മനിയാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ബാങ്ക്സിന്റെയും ഇൻഡസ്ട്രിയൽ ബാങ്ക്സിന്റെ ജന്മസ്ഥലം എന്ന് വേണമെങ്കിൽ പഠിക്കാം കേട്ടോ. ഇൻഡസ്ട്രിയൽ ബാങ്ക് എവിടെ ആരംഭിച്ചത്? ജർമ്മനിയിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമുക്കറിയാം, ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സെബി ആണ് അല്ലെ. സെബി അല്ലെ. മണി മാർക്കറ്റ് ആണെങ്കിലോ RBI ആണ്. മണി മാർക്കറ്റ് എന്താണ്? RBI ആണ് അല്ലെ. കോൾ മണി മാർക്കറ്റ് ആണെങ്കിലോ അത് RBI ആണ്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഫണ്ട് റൈസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നാണ് അല്ലെ. ക്യാപിറ്റൽ മാർക്കറ്റ് ഫണ്ട് കണ്ടെത്തുന്ന ഡിബഞ്ചേഴ്സോ ഷെയർ അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വിറ്റിട്ടാണ് ബൈ പ്ലോട്ടിംഗ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ്. ഓക്കെ. അപ്പൊ അതിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ജർമ്മനിയാണ്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോങ് ടൈം ഫിനാൻസ് ആണ്, സെബി ആണ് കൺട്രോൾ ചെയ്യണേ. മണി മാർക്കറ്റ് ആകുമ്പോൾ ഷോർട്ട് ടൈം ഫിനാൻസ് ആണ്, അത് RBIയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലെ. കോൾ മണി മാർക്കറ്റ് ആണെങ്കിൽ വെരി ഷോർട്ട് ടൈം ഫിനാൻസ് ആണ്, അതും RBIയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം ഓർത്ത് വെക്കോ പഠിക്കോ കേട്ടോ. ഓരോ പോയിന്റ്സും വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു മുന്നോട്ട് പോകണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഇൻഡസ്ട്രിയൽ ബാങ്ക്സും കൂടെ ചേരുന്നതിനാണ് നമ്മൾ മിക്സഡ് ബാങ്ക് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്, അതായത് ഓൾ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ മിക്സഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഷോർട്ട് ടൈം ലോണ്, മീഡിയം ടൈം ലോണ്, ലോങ് ടൈം ലോണ്, പിന്നെന്താ നോൺ ബാങ്ക് നമ്മുടെ എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഇൻഷുറൻസ് ആൻഡ് അതർ ഏജൻസി സർവീസസ്, ഇതൊക്കെ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മിക്സഡ് ബാങ്ക് എന്ന് പറയുന്നത്. മിക്സഡ് ബാങ്കിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ജർമ്മനി എന്നുള്ള കാര്യം ഓർത്തു വെക്കും. ജർമ്മനി ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കും. മിക്സഡ് ബാങ്കിങ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? യൂണിവേഴ്സൽ ബാങ്കിങ്. എങ്ങനെയാണ്? യൂണിവേഴ്സൽ ബാങ്കിങ് എന്നാണ് ഈ പറയുന്ന മിക്സഡ് ബാങ്കിങ് അറിയപ്പെടുന്നത് കേട്ടോ. മിക്സഡ് ബാങ്കിങ് ഈസ് that a system of banking under which the commercial banks എന്നാണ് കേട്ടോ performs the dual function of commercial banking and investment banking കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത് കേട്ടോ. മിക്സഡ് ബാങ്ക് എന്ന് പറയുന്നത് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ജർമ്മനിയാണ് കേട്ടോ. ജർമ്മനി എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ, അതായത് നമുക്ക് മിക്സഡ് ബാങ്ക് പഠിക്കണമെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റിയും ഇൻഡസ്ട്രിയൽ ബാങ്കിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക്
മിക്സഡ് ബാങ്കിങ്ങിനെ പറ്റി പഠിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചേ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം. ഇപ്പം നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു വീക്ക് പഠിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന്, കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്പ്ലേക്ക് അത് കാണിക്കും ഡീറ്റെയിൽസ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിളിച്ച് അഡ്മിഷൻ എടുത്ത് പഠിച്ചു കൊണ്ടുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? എക്സ്ചേഞ്ച് ബാങ്ക്. എന്താണ് എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് വെച്ചാൽ? എന്താണ് എക്സ്ചേഞ്ച് ബാങ്ക്? നിങ്ങൾ കേട്ടോണ്ടോ എക്സ്ചേഞ്ച് ബാങ്ക് എന്ന്? എന്താണ് എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് വെച്ചാൽ? എന്താണ് എക്സ്ചേഞ്ച് ബാങ്ക്? എക്സ്ചേഞ്ച് ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് which are providing financial assistance, എന്തിനാണ്? ഫോർ ഫോറിൻ ട്രേഡ് കേട്ടോ. ഫോറിൻ ട്രേഡ് മറന്നുപോകല്, പഠിച്ചു വെച്ചേക്കണം. ഫിനാൻഷ്യൽ എന്താണ് എക്സ്ചേഞ്ച് ബാങ്ക്? എന്താണ് എക്സ്ചേഞ്ച് ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഫോറിൻ ട്രേഡ്. അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇല്ല, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, എക്സ്പോർട്ടേഴ്സിന് ഇമ്പോർട്ടേഴ്സിന്. അപ്പൊ നമുക്കറിയാം ഫോറിൻ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. പിന്നെ നമുക്കറിയാം കൺവേർട്ടിങ് എ ഫോറിൻ കറൻസി ഇൻ ടു നമ്മുടെ കറൻസി, നമ്മുടെ ഹോം കറൻസി എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ നേരെ തിരിച്ച് കൺവേർട്ടിങ് ഹോം കറൻസി ഇൻ ടു ഫോറിൻ കറൻസി. അങ്ങനെയുള്ള എക്സ്ചേഞ്ച് നടത്തുന്ന ബാങ്കാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കുകളുണ്ട് അല്ലെ, വിദേശത്ത് എന്താണ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹോം കൺട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ബ്രാഞ്ച് തുടങ്ങി ആ ബ്രാഞ്ച് വഴി ഫോറിൻ എക്സ്ചേഞ്ച് നടത്തുന്ന ബാങ്കുകളെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറയുന്നത്. ഇവര് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക്. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് കേട്ടോ? ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ രണ്ട് തമ്മിൽ മാറിപ്പോലും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അടുത്തത് എക്സിം ബാങ്ക്. എന്താണ് എക്സിം ബാങ്ക് എന്ന് വെച്ചാൽ? എന്താണ് വാട്ട് യു മീൻ ബൈ എക്സിം ബാങ്ക്? എന്നാണ് എക്സിം ബാങ്ക് വന്നത്? എക്സിം ബാങ്ക് എന്നാണ് വന്നത്? നമ്മുടെ നബാർഡ്. അതെ, നബാർഡ് വന്ന വർഷം എന്നാണ്? അതേ വർഷം തന്നെയാണ് അല്ലെ. ഓക്കെ, മറന്നുപോയില്ല, ഓർത്തിരിപ്പുണ്ട് അല്ലെ. അപ്പൊ 1/1/82 ഈ പറഞ്ഞ എക്സിം ബാങ്ക് വന്നത്. ഫംഗ്ഷൻ ആരംഭിച്ചതോ? സ്റ്റാർട്ട് ഫംഗ്ഷനിങ് 1 മാർച്ച്, ജനുവരി 1 എക്സിം ബാങ്ക് രൂപീകരിച്ചു. ആക്ട് എന്നാണ്? 1981 എക്സിം ബാങ്ക് ആക്ട് പ്രകാരമാണ് എക്സിം ബാങ്ക് 1/1/1982 രൂപീകരിച്ചത്. ഫംഗ്ഷനിങ് തുടങ്ങിയത് മാർച്ച് 1 കാര്യം ഓർത്തു വെക്കുക. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അപ്പം എക്സിം ബാങ്ക് ആക്ട് പ്രകാരം ആക്ട് എന്നാണ് ഏത് വർഷമാണ്? 1981 അല്ലെ. അപ്പൊ എക്സിം ബാങ്ക് ആക്ട് 1981. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. എക്സിം ബാങ്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമുക്കറിയാം ഫസ്റ്റ് ഡെവലപ്മെന്റ് ബാങ്ക് ഏതാണ്? IDB ആണ്, 1964. അപ്പൊ ഈ IDBയുടെ ഇന്റർനാഷണൽ ഫിനാൻസ് വിങ് ഉണ്ട്. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയും പിന്നെ നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സും ഇമ്പോർട്ടേഴ്സും അവർക്ക് സാമ്പത്തിക, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുക എന്നീ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ രണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറഞ്ഞ എക്സിം ബാങ്ക് രൂപീകരിച്ചത്. 1981 എക്സിം ബാങ്ക് ആക്ട് പ്രകാരം 1982 എക്സിം ബാങ്ക് രൂപീകരിച്ചത്. മറന്നുപോകല് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മറന്നുപോകല് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. ഇപ്പൊ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും സാമ്പത്തിക സഹായം നൽകുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും സാമ്പത്തിക സഹായം നൽകുന്നു. ഈ സാമ്പത്തിക സഹായം അറിയപ്പെടുന്നത് ഫണ്ടഡ് അസിസ്റ്റൻസ് എന്നാണ്. എന്താണ് ഫണ്ടഡ് അസിസ്റ്റൻസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ് ഫണ്ടഡ് അസിസ്റ്റൻസ് കേട്ടോ. അത് ഓർത്തു വെക്കണം. പരീക്ഷയ്ക്കാണെങ്കിൽ ചോദിക്കുക, ഡാഷ് ഈസ് എ പ്രിൻസിപ്പൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസി ഇൻ ഇന്ത്യ. ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സിം ബാങ്ക്. ഡാഷ് ഈസ് എ പ്രിൻസിപ്പൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസി ഇൻ ഇന്ത്യ. ഏതാണ്? എക്സിം ബാങ്ക്. ഡാഷ് ഈസ് എ പ്രിൻസിപ്പൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസി ഇൻ ഇന്ത്യ. ഏതാണ്? ദ പ്രിൻസിപ്പൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസി ഇൻ ഇന്ത്യ എക്സിം ബാങ്ക് ആണ്. എക്സിം ബാങ്ക് ഈസ് എ പ്രിൻസിപ്പൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസി ഇൻ ഇന്ത്യ. ഓക്കെ, ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നവരാണ് RBI ആണ്. ആരെ? എക്സിം ബാങ്കിന്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാൽ ഓണേഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഏത് 5 ഇയർ പ്ലാന്റെ കാലഘട്ടമാണെന്ന് ചോദിച്ചാൽ 6th 6th 5 ഇയർ പ്ലാൻ ആണ് കേട്ടോ. അതുപോലെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 300 കോടി. ഞാൻ പറഞ്ഞിട്ടില്ല, ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 300 കോടിയാണ്. നോട്ട് ചെയ്യണേ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100 കോടിയാണ് അല്ലെ. ഞാനത് സൂചിപ്പിച്ചിരുന്നോ? ഇല്ലല്ലോ ക്ലാസ്സിൽ. അപ്പോൾ അതുപോലെ നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ?
കൃത്യമായിട്ട് പഠിക്കണം. ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നല്ലൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കൃത്യമായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലൈവ് സെക്ഷനിൽ ചോദിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള നിങ്ങൾക്കത് ചോദിക്കാം കേട്ടോ. ചോദിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ കഴിഞ്ഞ വീക്ക് എടുത്ത ടോപ്പിക്സ് ഒരു റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇന്നത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങളൊരു എഫേർട്ട് പഠനവുമായി ബന്ധപ്പെട്ട് ഇടുക, കൃത്യമായിട്ട് പഠിക്കുക, പറയുന്ന ഓരോ ടോപ്പിക്സും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. ഓരോ ടോപ്പിക്സും പഠിപ്പിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുക, അത് റിവൈസ് ചെയ്യുക കേട്ടോ. റിവൈസ് ചെയ്യുക. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം നാളെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പം താങ്ക് യു. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. വേറെ ഒന്നുമില്ലല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതിലുണ്ടോ ചോദിക്കണേ കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കാനുള്ളൊരു ശ്രമം നടത്തുക കേട്ടോ. അപ്പം ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമുക്ക് ഇനിയിപ്പം നാനോ ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ്, കുറേ കാര്യങ്ങൾ, ഇൻഡിജിനസ് ബാങ്കിങ്, അപ്പം നിങ്ങൾക്ക് റീറ്റെയിൽ, ഹോൾസെയിൽ ബാങ്കിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബാക്കി പഠിക്കാനുണ്ട്. വരുന്ന ആഴ്ച നമുക്കതെല്ലാം കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. ഓഫ്ഷോർ ബാങ്കിങ്, ഷാഡോ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ്, കാസിനോ ബാങ്കിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിലൊരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിങ്ങൾ ഇടുക കേട്ടോ. നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. കൃത്യമായിട്ടൊരു എഫേർട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് ബാങ്കിങ് നമ്മൾ എടുത്തതല്ലേ? ഗ്രൂപ്പ് ബാങ്കിങ് നമ്മൾ എടുത്തിരുന്നല്ലോ അല്ലേ? എന്തായിരുന്നു ഗ്രൂപ്പ് ബാങ്കിങ്? 2 or more separately incorporated banks controlled by a holding company അല്ലേ? 2 അതിലധികമോ സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിലാണെങ്കിൽ അല്ലേ? അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലായല്ലോ. അത് അമേരിക്കയാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. വാട്സപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഒരു എഫേർട്ട് എടുക്കണം കേട്ടോ പഠിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ചെയിൻ ബാങ്കിങ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ചെയിൻ ബാങ്ക് എന്താണ്? ഗ്രൂപ്പ് ബാങ്കുമായിട്ട് എന്താ വ്യത്യാസം? 2 or more സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ആണോ? ഓക്കെ, 2 or more ബാങ്ക് കമ്പനീസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോൾഡിംഗ് കമ്പനി അല്ലേ? ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ മർജ്ഡ് ബൈ എനി ഡിവൈസ് അതർ ദാൻ ഹോൾഡിംഗ് കമ്പനി. അങ്ങനെ പഠിക്കണം കേട്ടോ, അങ്ങനെ പഠിക്കണം. ഓക്കെ, 2 or more ബാങ്ക്സ് ആർ ഓണേഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഓർ മെമ്പർ ഓഫ് ഫാമിലി, അങ്ങനെ വേണമെങ്കിലും പറയാം അല്ലേ? ഒന്നിലധികം ബാങ്കുകൾ ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അതിനെ ചെയിൻ ബാങ്ക് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒന്നിലധികം ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ നിയന്ത്രണത്തിൽ അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലാണ് നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ അവയെ നമ്മൾ ചെയിൻ ബാങ്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇവിടെ കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.